എന്നും രാവിലെ പള്ളിയിൽ വരുന്ന 75 വയസ്സുള്ള മറിയാമ്മ ചേട്ടത്തിക്ക് കാണാതെ പോയ നാണയത്തിന്റെ ഉപമ വിശദീകരിച്ചു കൊടുക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് വിശ്വസിച്ച PhD കാരനായ ഒരു വൈദികനാണ് ഞാൻ. മറിയാമ്മ ചേട്ടത്തിയുടെ കോളേജ് പ്രൊഫസറായ മകനെയും ലണ്ടൻകാരി മരുമകളെയും അവർ പള്ളിക്ക് തരുന്ന സംഭാവനയുടെ തൂക്കവും നോക്കി അവരുടെ ക്രൈസ്തവ വിശ്വാസത്തിന് വിലയിട്ടവനാണ് ഞാൻ. എന്നാൽ അവരുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഞാൻ അന്വേഷിച്ചില്ല. അവരുടെ മക്കളായ പോൾസിന്റെയും മരിയയുടെയും വിശ്വാസ പരിശീലനവും ക്രിസ്തീയ ജീവിതവും ഞാൻ ശ്രദ്ധിച്ചില്ല. അവർക്ക് ക്രിസ്തുവിനെ കൊടുത്തില്ല. ഫലമോ 12 വർഷം വേദപാഠം പഠിച്ച പോൾസൺ ഇന്ന് നിരീശ്വരവാദിയായി. അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി അവനെ തൃപ്തനാക്കേണ്ട ഡിഗ്രികളും ഡോക്ടറേറ്റുമുള്ള എന്നെപ്പോലുള്ള വൈദികർ ഇപ്പോൾ സഭയിലുണ്ടോ എന്ന് പോലും സംശയമാണ്. അവന്റെ സഹോദരി മരിയ മതം മാറി വിവാഹം കഴിച്ച് ഐഷയായി ജീവിക്കുന്നു. പക്ഷേ മറിയാമ്മ ചേട്ടത്തി ഇന്നും പള്ളിയിൽ വന്നില്ല. മറിയാമ്മ ചേട്ടത്തിക്ക് ഞാൻ ഇന്ന് വിശദീകരിച്ചു കൊടുത്തത് വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ചാണ്. മറിയാമ്മ ചേട്ടത്തി വേദപാഠം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, പോൾസിനെയും മരിയെയും 12 വർഷം മതബോധനം നടത്തിയവരിൽ ഞാനും ഉൾപ്പെടുന്നു. എന്നെ ഓർത്ത്, ഞാനായിരിക്കുന്ന സഭയുടെ വിശ്വാസ പരിശീലനത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മറ്റു ചില മതങ്ങൾ സർക്കാർ ചിലവിൽ മതം പഠിപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനി സ്വന്തം ചെലവിൽ സ്വീകരിക്കുന്ന മതബോധനം കുറ്റമറ്റതാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയല്ല, സഭയുടെ ചുമതലയാണ്. മതബോധന പുസ്തകങ്ങളിൽ എഴുതി വെക്കേണ്ടത് സെക്കുലറിസം അല്ലെന്നും കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് സഭയിലൂടെ സെക്കുലറിസം പഠിപ്പിക്കാനല്ലെന്നും സഭയുടെ മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തു ഏകരക്ഷകനാണെന്നും യേശുക്രിസ്തു ദൈവമാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ ഭയമുള്ള മത നേതാക്കന്മാരാണ് മതേതരത്വത്തെ താലോലിച്ചുകൊണ്ട് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ വലിച്ചെറിഞ്ഞത്. സഭയ്ക്കുള്ളിൽ മതേതരത്വം പുലമ്പുന്ന ദൈവശാസ്ത്രജ്ഞന്മാരെ ഓർത്തുകൊള്ളുക. നിങ്ങൾ കുരുതി കൊടുക്കുന്നത് കേരള ക്രൈസ്തവരുടെ തലമുറകളെയാണ്. അവരുടെ ശാപം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി യേശുവിനെ പ്രഘോഷിച്ചില്ലെങ്കിൽ നാം ഉൾപ്പെടുന്ന സഭ തകർന്ന് തരിപ്പണമാകും. ഇന്നലകളുടെ ചരിത്രവും പാരമ്പര്യവും പറഞ്ഞ് ഇന്ന് പരസ്പരം കലഹിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ നേതാക്കന്മാരെ, വിശ്വാസികളെ സൂക്ഷിച്ചുകൊള്ളുക. ഇന്നത്തെ നിങ്ങളുടെ ചരിത്രം പറയാൻ നാളെ ഒരു തലമുറ ഉണ്ടാവില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു അപ്പസ്തോലന്മാർ. അവർ തടവിൽ കിടന്നു, ചവിട്ടും തൊഴിയും ചാട്ടവാറും വാങ്ങിച്ചു. അവർ ഒരു സ്ഥാപനവും തുടങ്ങിയില്ല.